എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. അതിനോടൊപ്പം തന്നെ നമുക്ക് 1K ലൈക്ക് ടാർജറ്റ് ഉണ്ട്. അപ്പോൾ ഒരു ലൈക്ക് അടിച്ചിട്ട് എല്ലാവരും കാണാൻ വേണ്ടി ഒന്ന് ശ്രമിക്കുക. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ സച്ചിക്ക് ഭയങ്കര ഡൗട്ടാണ്. എപ്പോഴാണ് രവീന്ദ്രന് കുഞ്ഞുണ്ടായത്, രവീന്ദ്രനും ചന്ദ്രയ്ക്കും എപ്പോഴാണ് കുഞ്ഞുണ്ടായത്, സുധി എപ്പോഴാണ് ഉണ്ടായത് എന്നൊക്കെയുള്ള ഡൗട്ടാണ്. സത്യത്തില് നമ്മുടെ സച്ചിക്ക് മനസ്സിൽ പേടിയാണ് കേട്ടോ. ഇനി തന്റെ ബാധ്യത തീരുന്നതിന് മുമ്പ് കുഞ്ഞുങ്ങളൊക്കെ വല്ലതും ജനിക്കുവോ എന്നൊരു ചെറിയൊരു പേടിയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചന്ദ്രയ്ക്ക് അതിലും വലിയ പേടി. ചന്ദ്ര ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മനസ്സിൽ കുറിച്ചിട്ടു, എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്, ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല, എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്, ഇനിയിപ്പൊ ശാന്തി മുഹൂർത്തം വല്ലോ കഴിഞ്ഞോ എന്റെ ഈശ്വര എന്നും പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പൊ വീണ്ടും നമ്മുടെ സച്ചി രവീന്ദ്രനോട് ചോദിക്കുക, അച്ഛ ഒന്ന് പറയച്ച, അച്ഛൻ എപ്പോഴാ സുധി ഉണ്ടായത്, ഇവൻ എപ്പോഴാ അച്ഛൻ ഉണ്ടായതെന്നൊന്ന് പറയാൻ പറയുമ്പം അത് പിന്നെ ഒരു 11 മാസമായപ്പോഴത്തേക്കും ഇവൻ വന്നോ? 11 മാസമായപ്പോഴത്തേക്കും അച്ഛനെ മുടിപ്പിക്കാൻ വേണ്ടി ഇവൻ ജന്മം എടുത്തല്ലേ. എന്റെ അച്ഛ വെറുതെ അല്ല, എന്റെ അച്ഛൻ സെറ്റിൽ ആകുന്നതിന് മുമ്പ് ഇവൻ വന്നു, പിന്നെ എങ്ങനെയാന്ന് പറ. എടാ നിനക്ക് കുറച്ച് താമസിച്ചങ്ങനെ വന്നാ പോരായിരുന്നോടാന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു, നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. എന്തിനാ രേവതി ഞാൻ മിണ്ടാതിരിക്കുന്നത്, ഇവിടെ മനുഷ്യൻ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാ മിണ്ടാതിരിക്കുന്നത്. ഇനിയിപ്പം എന്റെ ദൈവമേ, എന്റെ ബാധ്യതകളൊക്കെ തീരുന്നതിന് മുമ്പ്. അപ്പൊ പെട്ടെന്ന് ചന്ദ്ര എന്നിട്ട് പതുക്കെ, എന്താ സച്ചി നീ പറഞ്ഞത്, നിന്റെ ബാധ്യത തീരുന്നതിന് മുമ്പ്? ഹേയ് ഒന്നുമില്ല എന്ന് പറയുമ്പോ രവീന്ദ്രൻ പറഞ്ഞു, മോളെ ഒരു കാര്യം ചെയ്യ, ഇവനെ വിളിച്ചോണ്ട് നീ അകത്തേക്ക് പോ, അതായിരിക്കും നല്ലത്. ഇവൻ എന്തൊക്കെയോ പിച്ചും പേയും ഒക്കെ പറയുന്നുണ്ട്, പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഇവന് തന്നെ അറിയില്ല. എന്തറിയില്ലെന്നാ അച്ഛനീ പറയുന്നത്? എനിക്കെല്ലാം അറിയാം, എല്ലാം ഞാൻ അറിഞ്ഞു. അയ്യോ, ആ സ്വപ്നത്തിൽ പോലെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് അച്ഛാ എനിക്ക് താങ്ങാൻ പറ്റൂല കേട്ടോ എന്ന് പറയുമ്പം, നീ കൂടുതൽ താങ്ങണ്ട, നീ ഇപ്പൊ ഒരു കാര്യം ചെയ്യ, നീ ഇപ്പൊ ഒരുങ്ങിയിട്ട് ഓട്ടം പോകാൻ നോക്ക്. നിനക്ക് ഓട്ടം ഒന്നുമില്ലേ? അത് പിന്നെ ഓട്ടമൊക്കെ ഉണ്ട്, എങ്കിൽ പിന്നെ ഓട്ടം പോകാം അല്ലേ. രേവതി രേവതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര ചോദിച്ചു, എന്തിനാ രേവതിനെ വിളിക്കുന്നത് നീ, എന്തിനാ രേവതി നിന്റെ കൂടെ വരുന്നത്? അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, പിന്നെ അവന്റെ ഭാര്യ അവന്റെ കൂടെ അല്ലാതെ വേറെ ആരുടെങ്കിലും കൂടെ പോകുമോ? മോള് ചെന്ന് അവൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ സച്ചിനെ വിളിച്ചുകൊണ്ട് ഒരു വിധത്തിൽ അവിടെ നിന്ന് നമ്മുടെ രേവതി പോകാൻ തുടങ്ങുകയാണ്. അപ്പോഴത്തേക്ക് പെട്ടെന്ന് സുധി അവിടെ നിൽക്കുന്നുണ്ട്. സുധിയോട് പറഞ്ഞു, എടാ എന്തിനാടാ നീ 11 മാസം അമ്മയുടെ വയറ്റിൽ ജന്മം എടുത്തത്, എന്റെ അച്ഛനെ മുടിപ്പിക്കാൻ വേണ്ടിയല്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പോ ചന്ദ്ര പറഞ്ഞു, എന്റെ പൊന്ന് സച്ചി നീ ഒന്ന് പോകുന്നുണ്ടോ? രാവിലെ ചുമ്മാ വേറെ വർത്താനം പറയാനില്ല. അവൻ ജന്മം എടുത്തോണ്ട് എന്താണ് പ്രശ്നം ഇരിക്കുന്നത്? അവൻ ജന്മം എടുത്തോണ്ട് എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. അവൻ എത്ര ഡിഗ്രി എടുത്തിട്ടുണ്ടെന്ന് അറിയാമോ? ഇവിടെ വേറെ ചിലര് ജന്മം എടുത്തപ്പോഴാ എന്റെ തല തിന്നോണ്ട് വന്നത് എന്നൊക്കെ പറഞ്ഞു. ഏതായാലും സച്ചി നേരെ റൂമിലേക്ക് പോയി, രേവതിയും പുറകെ അങ്ങ് പോയിട്ടോ. ഇതേ സമയം നമ്മുടെ ചന്ദ്ര ശ്രുതിനെ പതിയെ വിളിച്ചിട്ട്, മോളെ ഇങ്ങ് വന്നേ, ദേ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുന്ന പോലെയാ എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ പോയാൽ ശരിയാവില്ല കേട്ടോ. എനിക്ക് തോന്നുന്നതേ ഇവര് തമ്മിലുള്ള ബന്ധം അത് കുറച്ചും കൂടെ ദൃഢമായി, ഭാര്യയും ഭർത്താവുമായിട്ട് ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയോ എന്നൊരു ചെറിയ സംശയമുണ്ട്. അല്ല, അവരുടെ സംസാരത്തിൽ എനിക്ക് അങ്ങനെ തോന്നി, മോക്ക് അങ്ങനെ തോന്നിയില്ലേ? എനിക്കും അങ്ങനെ തോന്നി അമ്മേ. അവര് തമ്മില് ഇപ്പൊ നല്ല സ്നേഹത്തിലാണെന്ന് തോന്നുന്നു. സ്നേഹത്തിലൊക്കെയാ. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ വീട്ടില് ആദ്യം ജനിക്കാൻ പോകുന്ന കുഞ്ഞ് അത് നിന്റെയും സുധിയുടെയും കുഞ്ഞായിരിക്കണം. ആദ്യത്തെ എന്റെ പേരക്കുട്ടി എന്റെ സുധിയുടെ ആയിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്യണം, ഒന്നും പിന്നെ മാറ്റി വെക്കാതെ എത്രയും പെട്ടെന്ന് ഈ ആന്റിക്ക് ഒരു പേരക്കിടാവിനെ നീ സമ്മാനിക്കണം. അല്ലെങ്കിലേ ദേ ആ രേവതിയുടെ സച്ചിയുടെ കുഞ്ഞ് ഈ വീട്ടിൽ പിറക്കും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, ഈ കുടുംബത്തിന്റെ ഐശ്വര്യം മുഴുവൻ പോകും. ആ എറണം കെട്ടവന്റെ കുഞ്ഞിവിടെ ജനിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് മോള് സുധിയോട് ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്, നിങ്ങൾ ബാധ്യത അതൊന്നും നോക്കേണ്ട കാര്യമില്ല, പലിശ അടയ്ക്കാനുണ്ടെന്നോ ജോലി ആയിട്ടില്ലെന്നോ ഒന്നും നോക്കണ്ട. ഏതായാലും എത്രയും പെട്ടെന്നൊരു ആ കുഞ്ഞ് ഇവിടെ വേണം എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ശരി അമ്മേ, ഞാൻ ശ്രുതിയോട് പറയാമെന്നും പറഞ്ഞ് അങ്ങ് മാറി നിന്നിട്ട് നമ്മുടെ ശ്രുതി ചിന്തിക്കുന്നുണ്ട്, ഒരു കുഞ്ഞെനിക്കുണ്ട്, കുഞ്ഞിനെ താലോലിച്ച് എന്റെ കൊതിയൊക്കെ തീർന്നതാ. ഇപ്പോഴൊന്നും ഏതായാലും അടുത്ത കുഞ്ഞിന് ഞങ്ങൾക്ക് വേണ്ട, നന്നായിട്ടൊന്ന് ജീവിക്കണം, ആസ്വദിക്കണം, അത് കഴിഞ്ഞിട്ട് മതി എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് നേരെ ശ്രുതിയുടെ അടുത്തേക്ക് പോവാ. ചന്ദ്രയാണെങ്കിലോ
എൻ്റെ ഈശ്വരന്മാരെ, രേവതിക്ക് ഒരു കുഞ്ഞിനെ കൊടുക്കരുതേ, അതിനു മുമ്പ് എൻ്റെ ശ്രുതിമോൾക്കൊരു കുഞ്ഞിനെ കൊടുക്കണേ, ആ കുഞ്ഞായിരിക്കണേ ഇവിടെ വളരേണ്ടത്, ഓടിക്കളിച്ച്. അല്ലാതെ എണ്ണം കെട്ടവളുടെ സന്തതി ഇവിടെ പിറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുച്ചോട് മുടിക്കുന്നു കൂട്ടിയോണ്ടാ മതി എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ്. ഇതേ സമയം കാണിക്കുന്ന നമ്മുടെ രേവതീനെയാണ്. രേവതിയുടെ നാണവും ചിരിയും ഒക്കെ ഒന്നും മാറിയിട്ടില്ല കേട്ടോ. രേവതി ആ ഒരു ഹാങ് ഓവറിന് ഇതുവരെ വിട്ടു വന്നിട്ടില്ല. രേവതി റൂമിനകത്ത് ചെന്നിട്ട് സച്ചി കുളിക്കാനൊക്കെ കയറിയിട്ടോ. സച്ചിയുടെ നാണമൊന്നും മാറിയിട്ടില്ല. സച്ചിക്ക് ഭയങ്കര നാണം. സച്ചി തോർത്തൊക്കെ എടുത്തോണ്ട് വന്നിട്ട്, തോർത്തൊക്കെ ഉടുത്തോണ്ട് വന്നിട്ട് സച്ചി മറ്റേ നാണമൊക്കെ മറച്ച് ഇങ്ങനെയൊക്കെ ആട്ടോ നമ്മുടെ രേവതിയുടെ മുമ്പിലേക്ക് വരുന്നത്. ഇത് കാണുമ്പോൾ രേവതിക്ക് ചിരി വരും. അതിനേക്കാൾ ചിരി നമുക്ക് വരും കേട്ടോ. സച്ചിയുടെ ഓരോ കോപ്രായങ്ങൾ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ രേവതി അവിടെ ഇരിക്കുന്ന ഒരു ഷർട്ടും ഒരു ജീൻസും അവിടെ എടുത്തു വെച്ചു കേട്ടോ. അത് കഴിഞ്ഞ് സച്ചി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും, അതെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്, എനിക്കൊരു ചെറിയ ആഗ്രഹമുണ്ട്, അത് സാധിച്ചു തരുമോ? എന്താണ് നിന്റെ ആഗ്രഹം? എന്താ പറഞ്ഞോ? അത് പിന്നെ ഇതിടണോ ഇന്ന്? ഇതിട്ടോളാം ഞാൻ. അത് വെറുതെ ഇട്ടാ പോരാ, ഇത് ഇൻ ചെയ്തിടണം. ഇൻ ചെയ്തിടാനോ? അതും ഞാനോ? എൻ്റെ പൊന്നു രേവതി, നീ ഒന്ന് പൊക്കേന്ന് പറഞ്ഞപ്പോൾ, ദേ പ്ലീസ്, എൻ്റെ ഒരു ആഗ്രഹം ഞാൻ പറഞ്ഞല്ലേ, എനിക്കിതിട്ട് നിങ്ങളെ കാണണമെന്ന് വല്ലാത്തൊരാഗ്രഹമുണ്ട്, അതും കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പ്ലീസ് സച്ചിയേട്ടാ എന്ന് പറഞ്ഞു. സച്ചിയേട്ടാ എന്ന് വിളിച്ചപ്പോഴത്തേക്കും ചങ്കിനകത്തൊരു എന്താ പറയുക, അമ്പ് കുത്തി കയറുന്ന പോലെയായി പോയി. സച്ചിയേട്ടാന്ന് ഇതുവരെ വിളിച്ചിട്ടില്ല, നിങ്ങൾ അദ്ദേഹം എന്നൊക്കെയല്ലേ വിളിച്ചിട്ടുള്ളത്. അപ്പം സച്ചിയേട്ടാന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും സത്യത്തിൽ നമ്മുടെ സച്ചി വീണുപോയി എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെ സച്ചി പറഞ്ഞു, നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ അവിടെ നിൽക്കുക, ഇങ്ങനെയൊന്നും അല്ല ഇടേണ്ടത്. അപ്പം അതിനിടയിൽ നമ്മുടെ ഷർട്ടൊക്കെ മാറിയിട്ടോ. രേവതിയെ തിരിച്ചു നിർത്തിയിട്ടാണ് നമ്മുടെ സച്ചി ഷർട്ടും ജീൻസൊക്കെ ഇടുന്നത്. അങ്ങനെ ഷർട്ടിന്റെ കൈയൊക്കെ ഇങ്ങനെ മടക്കി വെക്കാതെ ചുമ്മാ ഇങ്ങനെ അറ്റം വരെ കൊണ്ടുപോയി ഇവിടം വരെ കൊണ്ടുപോയി ഇങ്ങനെ വെച്ചേക്കാണ്. അപ്പം ഇങ്ങനെയല്ല ഇൻ ചെയ്യുമ്പോൾ കൈ ഇടേണ്ടത്, കൈ ഞാൻ മടക്കി തരാമെന്ന് പറഞ്ഞ് കൈയൊക്കെ ഇങ്ങനെ മടക്കി കൊടുത്തു. രേവതി വേണ്ട രേവതി, വീട് രേവതി, എനിക്ക് ആകെ മൊത്തം ഇക്കിളി ആവുക എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും, എങ്കിൽ പിന്നെ ഇത് ഞാൻ ഇൻസേർട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് മറ്റേ ആ ഷർട്ട് എടുത്ത് ഉള്ളിനകത്ത് ഇടാൻ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ സച്ചി, അയ്യോ എനിക്ക് ഇക്കിളി കൂടുന്നേ, വേണ്ട ഞാൻ ഇട്ടോളാം. സച്ചി അല്ല സോറി രേവതി, നീ ഒരു കാര്യം ചെയ്യാം, പൊക്കോ, ഇതിട്ടിട്ട് ഞാൻ വന്നാൽ പോരെ, ഞാൻ ഇതിട്ടോളാം. ഏതായാലും നീ ഇവിടെ നിന്ന് പോ രേവതി, പ്ലീസ് രേവതി, പോ രേവതി എന്നും പറഞ്ഞ് നമ്മുടെ രേവതിനെ സച്ചി ഒരു വിധത്തിൽ അവിടെ നിന്ന് ഇറക്കി വിടുകയാണ് കേട്ടോ. പുള്ളിക്കാരന് നാണത്തിൻ്റെ എക്സ്ട്രീം ലെവലാണ്. അങ്ങനെ നമ്മുടെ രേവതി താഴേക്ക് ഇറങ്ങിച്ചെന്ന് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ്. രേവതി രവീന്ദ്രനും ഒക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ രേവതിയോട് ചന്ദ്ര അതും ഇതുമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കാരണം നിന്റെ ആ ഒരു ചായ കൊണ്ട് കൊടുത്തില്ല, കോഫി കൊണ്ട് കൊടുത്തില്ലേ, മധുരമായിരുന്നല്ലോ. അപ്പൊ അങ്ങനെ അതിനെക്കുറിച്ച് പല കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഇവരിങ്ങനെ സംസാരിക്കുന്നു. നമ്മുടെ ചന്ദ്രയോട് രവീന്ദ്രൻ ദേഷ്യപ്പെടുന്നു, നിനക്ക് വേറെ പണിയില്ലേ ചന്ദ്ര എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നു. ഏത് നേരവും രേവതിനെ കുറ്റപ്പെടുത്താനോ നിനക്ക് അറിയത്തുള്ളൂ എന്നൊക്കെ ചോദിച്ചിങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ശ്രീമാൻ ഇറങ്ങി വരുന്നത്. ആര്? സച്ചി ഇറങ്ങി വരുന്നത് ആദ്യം രേവതി തന്നെയാണ് കാണുന്നത് കേട്ടോ. രേവതി നോക്കിയത് രേവതിയുടെ കിളി പാറി എന്നുള്ളതാണ്. അട്ടിപ്പൊളി ലുക്ക്, ഒരു എന്താ പറയുക, ഒരു അട്ടിപ്പൊളി ലുക്ക്, ഒരു പ്രത്യേക ഒരു ഭംഗിയായിട്ടാണ് നമ്മുടെ സച്ചി ഇറങ്ങി വരുന്നത്. പക്ഷെ സച്ചിക്ക് ഭയങ്കര നാണമാണ് കേട്ടോ ഇതൊക്കെ ഇൻ ചെയ്തിട്ടോണ്ട് വരാന്. പതിയെ നമ്മുടെ രവീന്ദ്രൻ ഒന്ന് നോക്കിയിട്ട്, ഇതെന്താടാ ഞാൻ ഈ കാണുന്നത്? സച്ചി, നീ സ്കൂളിൽ പഠിക്കുമ്പോൾ പോലും ഇതുപോലൊരു വേഷം നീ ഇട്ടിട്ടില്ല. നിന്നോട് സ്കൂളിൽ ഇൻ ചെയ്ത് ബെൽറ്റ് ഇട്ട് പോകാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലും നീ കേട്ടിട്ടില്ല. അച്ചമ്മ എന്തോരം നിന്റെ പുറകെ നടന്ന് നിർബന്ധിച്ചിട്ടുണ്ടടാ. ഇതിപ്പം ആദ്യത്തെ കാഴ്ചയാണ് കേട്ടോ. ഏതായാലും ശേലായിട്ടുണ്ട്, അസലായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്തും പറഞ്ഞു, ഇത് കൊള്ളാലോ, ഇതിപ്പം അടിപൊളിയായിട്ടുണ്ടല്ലോ ഏട്ടാ. സത്യം പറയാലോ, സുധിയേട്ടനൊക്കെ ഒരുങ്ങുന്നേക്കാളും അടിപൊളിയായിട്ടുണ്ട്. ഇത് കൂടുതൽ ചേരുന്നത് സച്ചിയേട്ടന് തന്നെയാ. ഇനി എന്നും സച്ചിയേട്ടൻ ഇങ്ങനെ പോയാൽ മതി എന്ന് പറഞ്ഞു. ഏതായാലും ഈ സമയം നമ്മുടെ ചന്ദ്ര നോക്കിയിട്ട് അന്തം വിട്ട് കുന്തം പോലെ നിൽക്കുന്നു. നമ്മുടെ ശ്രുതിയുണ്ട്. അപ്പൊ ഇവരൊക്കെ അന്തം വിട്ട് നിൽക്കുക. ഈ ഒരു കോലം എന്നൊന്നും പറയാൻ പറ്റില്ല, അടിപൊളി തന്നെയാണ് സച്ചിക്ക് ഇൻ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും. അപ്പോഴാണ് നമ്മുടെ ചന്ദ്ര അങ്ങോട്ട്, ഓഹോ അതേ ഫ്ലൈറ്റ് മിസ്സാകുമായിരിക്കും, പെട്ടെന്ന് പോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രൻ ചോദിച്ചു, ഫ്ലൈറ്റോ? എന്ത് ഫ്ലൈറ്റ്? അല്ല, ഫ്ലൈറ്റിൽ പോകുകയാണല്ലോ, അതും കൊണ്ടാണല്ലോ ഇൻ ചെയ്തൊക്കെ ഇട്ടോണ്ട് വന്നിരിക്കുന്നത്. എന്താ ശേല്. ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാലേ എനിക്ക് ചിരിയാ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ശ്രുതി പറഞ്ഞു, അമ്മേ, ഇതിപ്പം പണ്ടത്തെ സർക്കസിലെ ജോക്കറിനെ പോലെ ഉണ്ടല്ലോ,
ഇപ്പൊ ജോക്കറിനെ ഒന്നും കാണാനില്ലല്ലോ. ഇപ്പൊ സർക്കസും ഇല്ല, അതുകൊണ്ട് വലിയ ലാഭമൊന്നും ഇല്ലെന്നാ പറയുന്നത്. പക്ഷേ ജോക്കറിനെ കാണണമെങ്കിൽ ദേ നീ പോയി ഇങ്ങനെ നിന്നാ മതി. റോഡിൽ ചെന്ന് നിൽക്കുവാണെങ്കിൽ കുറെ പേര് വന്നിട്ട് കുറെ പേർക്ക് ചിരിച്ചിട്ടും പോകാന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ഒരൊറ്റ ചിരി ഇരിച്ചു, ചന്ദ്രി ഒരൊറ്റ ചിരി ഇരിച്ചു. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും രേവതിക്ക് ദേഷ്യം വന്നു കേട്ടോ. രേവതി കൈയെല്ലാം കൂടെ ചുരുട്ടി പിടിച്ചിട്ട് അങ്ങ് നിൽക്കുകയാണ്. രേവതിക്ക് പ്രതികരിക്കണം എന്നുണ്ട്, പക്ഷെ പ്രതികരിക്കാൻ പറ്റുന്നില്ല രേവതിക്ക്. സച്ചി പ്രതികരിക്കാതിരിക്കുവോ? സച്ചി പറഞ്ഞു, എന്താടാ നീ ചിരിക്കുന്നത്? എന്താടാ സോഡാക്കുപ്പി നീ ചിരിക്കുന്നത്? ഹോ ഹോ ഹോ, നീ കൂടുതൽ ചിരിക്കുമെന്ന് വേണ്ട. ഈ ഇട്ടേക്കുന്നത് എന്റെ ഷർട്ട്, എന്റെ പൈസ, ഇത് രണ്ടും എന്റെയാ. അതെ, ഇതുപോലും മേടിച്ചിടാനുള്ള ശേഷിയില്ല നിനക്ക്. നിനക്ക് ഇങ്ങനെ ഷർട്ടും ജീൻസൊക്കെ ഇൻസെർട്ട് ഇട്ട് പോണെങ്കിൽ കണ്ടവരുടെ പൈസയും കൊണ്ട് ഉണ്ടാക്കിയ ഷർട്ട് വേണം നിനക്കിടാന് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നിങ്ങൾ എന്താ ഈ വിളിച്ചു പറയുന്നതെന്ന് സച്ചോട് ചോദിച്ചു ശ്രുതി ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ ഞാൻ പറയുന്നത് മനസ്സിലായില്ലേ? ഇവന്റെ പൈസ അല്ലല്ലോ ഇവന്റെ കയ്യിലിരിക്കുന്നത്. ഇവന്റെ പൈസ ഇവന്റെ കയ്യിലില്ല. കാരണം ഇവൻ 50 ലക്ഷം രൂപ കടക്കാരനാണ്. ദേ എനിക്ക് ഇവൻ 50 ലക്ഷം രൂപ തന്നു കഴിഞ്ഞാലേ ഇവന്റെ കയ്യിലിരിക്കുന്ന പൈസ ഇവന് സ്വന്തമാകത്തുള്ളൂ. അല്ലെങ്കിലേ അതെന്റെ ഔദാര്യം, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് തരാനുള്ള എന്റെ കട പൈസ. അതുമാത്രമാ. അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും മേടിച്ചു തരണമെങ്കിലും ഇവൻ എന്റെ പൈസയും കൊണ്ട് വേണം മേടിച്ചു തരാന്. ആദ്യം സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കടാ. ആദ്യം 50 ലക്ഷം രൂപ വെക്കടാ, എന്നിട്ട് നീ ഡയലോഗ് അടിക്കാൻ. ഓ, വലിയ ഡയലോഗ് അടിക്കാൻ വന്നേക്കുന്നു. ജോക്കർ ആണെങ്കിലും എനിക്ക് കുഴപ്പമില്ല. ഇതെന്റെ പൈസയും കൊണ്ട് ഞാൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് മേടിച്ച ഡ്രസ്സ് എനിക്ക് ഇഷ്ടമുള്ള പോലെ ധരിക്കാനുള്ള അവകാശം എനിക്കുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ രേവതിക്കും ചെറിയൊരു സന്തോഷമായി. ചെറിയ സന്തോഷമല്ല, വലിയ സന്തോഷമായി. അപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, നിനക്ക് എന്താടാ, നീ എന്തിനാടാ ഏത് നേരം 50 ലക്ഷം എന്നും പറഞ്ഞുകൊണ്ട് തൊള്ള അങ്ങോട്ട് കിടന്ന് അലറുന്നത്? അതെ, 50 ലക്ഷം രൂപ എനിക്ക് തരാനുള്ളതാ. അപ്പൊ എന്റെ തൊണ്ട കിടന്ന് അലറിയാലും ഒരു കുഴപ്പമില്ല. അല്ല, നിങ്ങളുടെ തല പോകാതെ നിങ്ങൾ നോക്കിക്കോ. നിങ്ങളുടെ തലയെ തൊട്ടിട്ടാ സത്യം ചെയ്തത് 6 മാസത്തിനുള്ളിൽ പൈസയും തരാന്ന്. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം അറിയാലോ, ഇനിയിപ്പം 6 മാസം ആകാന് എത്ര ദിവസം ഉണ്ടെന്നും അറിയാലോ. അതുകൊണ്ടെല്ലാം സൂക്ഷിച്ചിരുന്നോ. എന്റെ 50 ലക്ഷം രൂപ അതെനിക്ക് കിട്ടിയിരിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, നിങ്ങളുടെ ഒരു 50 ലക്ഷം അതെ കൂടെ ഇത് ഓർമ്മിപ്പിക്കുമൊന്നും വേണ്ട. അത് ഞങ്ങളുടെ അഭിമാന പ്രശ്നം തന്നെയാ. ആ പൈസ നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞപ്പം അങ്ങനെ വരട്ടെ. പൗഡർ എടുത്തിയുടെ കൂടെ ഞാൻ നിൽക്കും. പൗഡർ എടുത്തി പറഞ്ഞത് ശരിയാണ്. പൗഡർ എടുത്തിയുടെ ഭർത്താവിനെ പറഞ്ഞപ്പോൾ പൗഡർ എടുത്തിക്ക് വേദനിച്ചു. ഈ 50 ലക്ഷം രൂപ പൗഡർ എടുത്തി തരുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് ഞാൻ അംഗീകരിച്ചേക്കും കേട്ടോ. കാരണം നിങ്ങൾക്ക് കുറച്ച് വാശിയൊക്കെ ഉണ്ട്. അപ്പൊ അതും കൊണ്ട് നിങ്ങൾ 50 ലക്ഷം രൂപ തരും. അച്ഛാ, ഈ ബുദ്ധി പണ്ട് എന്തുകൊണ്ട് തോന്നിയില്ല? ഈ പൗഡർ എടുത്തി വന്നപ്പോ തന്നെ ആ 50 ലക്ഷം രൂപയുടെ കാര്യം പറയുമായിരുന്നെങ്കിൽ ഇപ്പൊ 50 ലക്ഷം രൂപ എന്റെ കയ്യിലിരുന്നേനെ. ഏതായാലും എടാ ശ്രുതി, നിനക്ക് ചേരുന്ന പെണ്ണാണെന്ന് തോന്നുന്നില്ല ഈ ശ്രുതിക്ക് കുറച്ച് വാശിയൊക്കെ ഉണ്ട്. നിനക്ക് പിന്നെ നാണമില്ല, ലേശം ഉളുപ്പുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും എന്താ അമ്മേ ഇങ്ങനെയൊക്കെ ഏത് നേരവും ശ്രുതിയോട് ഈ സച്ചി സംസാരിക്കുന്നത് എന്ന് ചോദിച്ചപ്പം നമ്മുടെ സച്ചി പറഞ്ഞു, ഇങ്ങനെയല്ലാതെ ഞാൻ എങ്ങനെയാ സംസാരിക്കേണ്ട ഇവനോട്? ഇവന് നാണം ഉണ്ടോടി? ഇവന് നാണോ മാനോ ഇല്ല. ഇവൻ ജീവിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? ഇങ്ങനെ കുറെ തിന്നു മുടിപ്പിക്കാനും കുറെ പൈസ കളയാനും. അതല്ലാതെ വേറെ ഒരു പ്രയോജനവും നിനക്കും ഉണ്ടാവത്തില്ല. നീ കണ്ടുപഠിച്ചോ. നീ പതുക്കെ നിനക്ക് മനസ്സിലായിക്കോളൂ. ഏതായാലും അച്ഛാ എനിക്ക് പോണം. അപ്പൊ രേവതി പറഞ്ഞു, അയ്യോ ഫുഡ് കഴിച്ചിട്ട് പോകാം, ഞാൻ കാപ്പി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതോ രേവതി, എനിക്ക് ഒട്ടും സമയമില്ല രേവതി എന്ന് പറഞ്ഞപ്പോ, അയ്യോ അങ്ങനെ പറയല്ലേ, നിക്ക് ഞാൻ ഇപ്പൊ എടുത്തു തരാന്ന് പറഞ്ഞിട്ട് കാപ്പിയൊക്കെ പോയി എടുത്തു. കാപ്പി എടുത്തോണ്ട് വന്നിട്ട് എന്താ ചെയ്തത്, നമ്മുടെ സച്ചിയുടെ വായിലേക്ക് അങ്ങ് വെച്ചു കൊടുത്തു കേട്ടോ. ഇത് കണ്ടതും എല്ലാവരും വീണ്ടും ഒന്ന് ഞടുങ്ങി, നമ്മുടെ രവീന്ദ്രൻ സഹിതം. കാരണം ഇതൊന്നും ഇതുവരെ കണ്ടിട്ടില്ലാത്ത സീനാണേ. അങ്ങനെ രവീന്ദ്രൻ സത്യം പറഞ്ഞ കണ്ണ് നിറഞ്ഞു പോയെന്ന് പറയും ഇതൊക്കെ കണ്ടിട്ട്. അങ്ങനെ സച്ചി ഇത് വാരി കൊടുക്കുമ്പോൾ ഇങ്ങനെ കഴിക്കുകയാണ് കേട്ടോ. ചന്ദ്രയും ശ്രുതിയും ഒക്കെ അത്ഭുതത്തോടു കൂടി നോക്കുന്നു. അങ്ങനെ ആദ്യത്തെ വായി ഇങ്ങനെ കഴിച്ചപ്പോഴത്തേക്കും പറഞ്ഞു, അയ്യോ രേവതി ഇന്ന് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടല്ലോ, ഇന്നത്തെ പൂരി മസാല സൂപ്പർ ആയിട്ടുണ്ട്. ഏതായാലും അച്ഛാ ബാ, എടാ ശ്രീകാന്തേ വാടാ, എടാ വന്നിരുന്ന് കഴിക്കടാ എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും വന്നിരുന്ന് കഴിക്കുക. ആദ്യത്തെ ഒരു നമ്മുടെ രേവതി വാരി കൊടുത്തെങ്കിലും ബാക്കി നമ്മുടെ സച്ചി തന്നെ വാരി കഴിക്കുകയാണ്. അങ്ങനെ സച്ചി വാരി കഴിക്കുമ്പോഴത്തേക്കും ഇവരെല്ലാരും കഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ, എടാ സുധി നീ എന്താണ് അവിടെ നിൽക്കുന്നത്? നീ വാടാ, നീ വന്നിവിടെ ഇരുന്ന് കഴിക്കുക. ചന്ദ്ര നിനക്കൊന്നും വേണ്ടെന്ന് ചോദിച്ചപ്പോഴത്തേക്കുമാണ് നമ്മുടെ സച്ചി പറഞ്ഞത്, എന്തിന്? അവന് ABCD ജ്യൂസ് ഇല്ലേ, ABCD ജ്യൂസ് കുടിക്കാനിരിക്കുന്നവൻ എന്തിനാ ഇത്? അവനെ എന്താ എന്തുണ്ടാവുന്ന പറഞ്ഞേ, എന്തോ ആസിഡിറ്റി
അവന് അസിഡിറ്റി ഉണ്ടാകും. അതുകൊണ്ട് അവൻ അവന്റെ ഭാര്യ ഉണ്ടാക്കുന്ന ABCD ജ്യൂസോ അങ്ങനെയുള്ള ഏതോ കോപ്പ് ജ്യൂസ് മാത്രമേ അവൻ കഴിക്കത്തുള്ളൂ. ഏതായാലും ഇന്നത്തെ പൂരി മസാല സൂപ്പറായിട്ടുണ്ട്. രേവതി കുറച്ചും കൂടി ഇട്ട് രേവതി എന്നൊക്കെ പറഞ്ഞ് അതിങ്ങനെ മേടിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ ശ്രുതിക്ക് ചൊറിഞ്ഞ് കയറുക. പിന്നെ ശ്രുതിക്ക് ചൊറിഞ്ഞ് കയറാനൊന്നുമില്ല, ശ്രുതിക്ക് പിന്നെ നാണമില്ലല്ലോ, അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. ശ്രുതി ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ ശ്രുതിക്ക് പൂരി മസാല തിന്നണമെന്നുണ്ട്, തിന്നാനും പറ്റത്തില്ലാത്തൊരവസ്ഥ. ചന്ദ്രയ്ക്ക് തിന്നണമെന്നുണ്ട്, ചന്ദ്രയ്ക്കും തിന്നാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. വിശന്നിരിക്കുകയാണ്. അങ്ങനെ സച്ചി ആഹാരമൊക്കെ കഴിച്ചിട്ട് നേരെ വെളിയിലേക്ക് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയോട് പറഞ്ഞു, എടാ എന്തിനാടാ ഈ മസിൽ പിടിച്ച് ഇവിടെ ഇരിക്കുന്നത്? നിനക്ക് വല്ല രോഗം ഉണ്ടായിട്ട് വല്ല ICU ആകും നീ. അതിനു മുമ്പ് നീ ഒരു കാര്യം ചെയ്യ്, ആ പൂരി മസാല വല്ലതും പോയെടുത്ത് വയറ് നിറച്ച് കഴിക്കാൻ നോക്ക്. അവൻ കുറെ അസിഡിറ്റി ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നു. പെണ്ണുമ്പോൾ പറയുന്നൊക്കെ കേൾക്കണം. ഇതിപ്പം താളത്തിനൊത്ത് തുള്ളണ പോലെയാണല്ലോടാ, നാണമില്ലേടാ നിനക്ക് എന്ന് ചോദിച്ചിട്ട് അങ്ങ് പോയി. അപ്പൊ വീണ്ടും നമ്മുടെ ശ്രുതി പറഞ്ഞു, അമ്മ ഇതെന്താ അമ്മ ഇതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും മോളിതൊന്നും മൈൻഡ് ചെയ്യണ്ട, അവനും ഒരു നാണമില്ല, അവൻ അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. നാക്കിട്ട് വളവള അടിക്കാനല്ലേ, അവൻ എന്തെങ്കിലും അറിയാമോ? അവന് ഒരു കഴിവുമില്ല. എന്റെ മോന്റെ കഴിവ് കണ്ടിട്ട് അവൻ അസൂയ. അപ്പൊ ഇവനെയും പറഞ്ഞ് തോപ്പിക്കാനല്ലേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഏതായാലും ഇതിന്റെ പുറകെ നമ്മുടെ രേവതി അങ്ങ് പോവുകയാണ്. അപ്പൊ രേവതി ചെന്നപ്പോഴത്തേക്കും സച്ചു ചോദിച്ചു, ഇതെന്തിനാ നീ എന്റെ പുറകെ വന്നത്? അത് പിന്നെ ഞാൻ ഒരു ടാറ്റ തരാൻ വേണ്ടി വന്നതാ. ടാറ്റയോ? ടാറ്റ തരാൻ നീ അതേപോലെ കൊച്ചു കുഞ്ഞുവാണോ? അല്ല, ഈ കല്യാണമൊക്കെ കഴിഞ്ഞ ഉടനെ ഈ ഭർത്താക്കന്മാര് പോകുമ്പം ഭാര്യമാര് പുറകെ പോയി യാത്ര അയക്കുകയും ടാറ്റ കൊടുക്കുകയൊക്കെ ചെയ്യുന്നെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്, ഞങ്ങളുടെ അവിടെയൊക്കെ ഉണ്ട്. അപ്പം ഞാനത് കണ്ടിട്ടുണ്ട്. പിന്നെ ഈ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ? അപ്പം അതുകൊണ്ട് ഞാൻ വന്നതാന്ന് പറഞ്ഞപ്പോൾ, അതുകൊണ്ടാണോ നീ വന്നത് എന്നിങ്ങനെ ചോദിച്ചു. അതേന്ന് പറഞ്ഞു. ഏതായാലും നമ്മുടെ സച്ചി പറഞ്ഞു, എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം. അതിനു മുമ്പ് രേവതി പറഞ്ഞു, ഒരു സെൽഫി എടുക്കാം, നമുക്കൊരു സെൽഫി എടുത്താലോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതിനെന്താ സെൽഫി എടുക്കാലോ എന്ന് പറഞ്ഞ് സെൽഫി ഒക്കെ എടുക്കാൻ കൂടുകയാണ് കേട്ടോ. നമ്മുടെ സച്ചി ഒരു സെൽഫി ഒക്കെ എടുത്തു. രേവതി ഇച്ചിരി മാറി നിന്നപ്പോൾ ഇച്ചിരി ചേർന്ന് നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ രേവതിനെ അടുത്ത് നിർത്തി ഒരു സെൽഫി ഒക്കെ എടുത്ത് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും സച്ചി ഒന്ന് തിരിഞ്ഞു നോക്കി നമ്മുടെ രേവതിയുടെ കണ്ണിൽ നോക്കി ഇങ്ങനെ വരികയാണ്. അപ്പം നമ്മൾ ഓർക്കും ചിലപ്പോൾ ഒരു ഉമ്മ കൊടുക്കാനൊക്കെ ആയിരിക്കുന്നു. പക്ഷെ ഉമ്മ കൊടുക്കാനൊന്നും അല്ല നമ്മുടെ സച്ചി വരുന്നത്. അതെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ രേവതി? ചോദിച്ചോ. അത് പിന്നെ ഇത് ഞാനൊന്ന് പുറത്തിട്ടോട്ടെ ഈ ഷർട്ട്? എനിക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ട് പോയിട്ടുണ്ട്, ഒരു കോൺഫിഡൻസ് കിട്ടില്ല. അതെനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നുക. എന്തോ വെച്ച് കെട്ടിയേക്കുന്ന പോലെയോ അങ്ങനെ ഒരു ഫീല് തോന്നുക. പ്ലീസ്, ഞാൻ അവിടെ വെച്ച് അതും ഇതുമൊക്കെ പറഞ്ഞതേ അവരുടെ മുമ്പിൽ നാണം കിടണ്ടല്ലോ എന്ന് ഓർത്തിട്ടാ. അവരതും ഇതൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. പ്ലീസ്, ഞാൻ ഇതൊന്ന് അഴിച്ചിട്ടോട്ടെ എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ രേവതി ചിരിച്ചുകൊണ്ട് പറഞ്ഞ് അഴിച്ചിട്ടോളാൻ പറഞ്ഞു കേട്ടോ. ഏതായാലും നമ്മുടെ സച്ചി അത് അഴിച്ചിടുകയും ചെയ്തു. അപ്പൊ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കേട്ടോ. അപ്പൊ വിശേഷം നമുക്ക് എത്തിയിട്ടുണ്ട്, അടിപൊളി വിശേഷമാണ്. അതിനോടൊപ്പം തന്നെ ഇനിയിപ്പോൾ അടുത്ത വിശേഷം നമ്മുടെ ഗൗതമിന്റെയും നന്ദയുടെയും കഥ, അത് കഴിയുമ്പോൾ പല്ലവിയുടെയും സേതുവിന്റെയും കഥ ഇടുന്നുണ്ട്. അപ്പൊ എല്ലാവരും മിസ് ചെയ്ത് കളയാതെ തന്നെ കാണുക. നമ്മൾ ഉച്ചയ്ക്ക് പ്രണയവിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. രേവതിയുടെയും സച്ചിയുടെയും 1:30ക്കും 2 മണിക്കും ഇടയ്ക്കാണ് കേട്ടോ നമ്മൾ വരുന്നത്. അപ്പോൾ അതും എല്ലാവരും മിസ് ചെയ്ത് കളയാതെ കാണുക. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭദിനമൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.